അക്രമവും അനീതിയും നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹത്തിൽ സമാധാനത്തിലേക്കുള്ള വഴി എത്ര അകലമാണ്. നമുക്കെല്ലാവർക്കും സമാധാനം ഇഷ്ടമാണ്, സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന, നഷ്ടപ്പെടുത്തുന്ന വാർത്തകളാണ് അനുദിനം പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയുമൊക്കെ നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. 29-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുന്നു: ഇതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. എത്ര ശരിയായ വരികളാണ് സങ്കീർത്തനക്കാരൻ കണ്ടെത്തിയിരിക്കുന്നത്. താൻ ദൈവസന്നിധിയിൽ ചെന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാനൊന്നറിയാൻ, എൻ്റെ നാളുകളെ എണ്ണാൻ എന്നെ ഒന്ന് ഉപദേശിക്കണമേ. നമുക്കൊക്കെ ഇവിടെയുള്ള വാസം ഒരു ആശുപത്രി പോലെയാണെന്നാണ് ഒരാൾ ഉപമിച്ചിരിക്കുന്നത്. അത് എത്രയോ വാസ്തവമാണ്. ആശുപത്രിയിലെ ഒഴിച്ചുകൂടാനാവാത്തൊരു സ്ഥലമാണ് ICU. അതേക്കുറിച്ചൊരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്: ഗാഡ് I see you. ദൈവമേ, ഞാൻ നിന്നെ ഇവിടെ കാണുന്നു. തീർച്ചയായിട്ടും എത്ര നിരീശ്വരവാദിയുടെ ഉള്ളിൽ ദൈവിക ചിന്ത ഓടിയെത്താൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ICUവിൽ പാർക്കൽ എന്ന് പറയുന്നത്. അവിടെയുള്ള ആസ്പത്രിയിലെ രോഗികൾക്ക് ജാതിയില്ല. അവിടെ രക്തം സ്വീകരിക്കുന്നതിനോ രക്തം ആവശ്യപ്പെടുന്നതിനോ ജാതിയില്ല. ഞാൻ ഒരു അത്യാവശ്യമായി രക്തം ആവശ്യമുള്ള ആളാണെങ്കിൽ എനിക്ക് ഇന്ന ജാതിയിൽപ്പെട്ട ആളുടെ രക്തം മതിയെന്ന് പറയത്തക്ക മണ്ടത്തരം എത്ര വലിയ ജാതീയ ചിന്ത വെച്ച് പുലർത്തുന്നയാളിനും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രിയ സുഹൃത്തെ, ജീവിതം ക്ഷണികമാണ്. നടന്നു കയറി ആസ്പത്രിയിലേക്ക് അഡ്മിറ്റാകാൻ ചെല്ലുന്ന മനുഷ്യൻ ഒരുപക്ഷെ തിരിച്ചൊക്കെ പോകുന്നത് നടന്നായിരിക്കില്ല, മഞ്ചലിലായിരിക്കും, ശവമഞ്ചലിലായിരിക്കും. അത്രത്തോളമൊക്കെ ഉള്ളു നമ്മൾ. അതൊന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അഹങ്കാരവും മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറിപ്പോകും. പിതാവേ, എല്ലാ പ്രിയ മക്കൾക്കായിട്ടും സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ഷണീകത തിരിച്ചറിഞ്ഞ് ഇവിടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. നന്മ നേരുന്നു. ഗാഡ് ബ്ലസ് യു.